ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇന്ത്യക്കടുത്തൊരു ദ്വീപിൽ നമ്മുടെ UAEയുടെയും ഇസ്രായേലിൻ്റെയും അനുഗ്രഹാശിസോടുകൂടി ചില മിലിറ്ററി ബേസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് അമേരിക്കയുടെ പിന്തുണയുണ്ട്. അപ്പോൾ അതെന്താണ് ഈ റീജിയനിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയാം, ലോകത്ത് ഭൂമിശാസ്ത്രത്തിന് രാഷ്ട്രീയത്തിന് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ചില ദ്വീപുകൾക്കോ ചില കടലുകൾക്കോ ഒക്കെ ഭൗമരാഷ്ട്രീയത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ചൈന ഹിമാലയം കൺട്രോൾ ചെയ്യാൻ നോക്കുന്നതും, അല്ലെങ്കിൽ തെക്കൻ ചൈന കടൽ കൺട്രോൾ ചെയ്യാൻ തോന്നുന്നതും, അല്ലെങ്കിൽ ഇന്ത്യക്ക് കാശ്മീരിൽ നിയന്ത്രണം വേണ്ടതിൻ്റെ ആവശ്യവും, അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഭൂമിശാസ്ത്രവും രാഷ്ട്രീയവും തമ്മിൽ ഭയങ്കര അധികം കണക്റ്റഡാണ്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന അങ്ങനത്തെ ഒരു സ്ഥലത്തെ പറ്റിയാണ്. അപ്പോൾ യമൻ എന്ന് പറഞ്ഞൊരു രാജ്യത്തെപ്പറ്റി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം മാപ്പ് നോക്കുക, നമ്മുടെ പശ്ചിമേഷ്യയിൽ ഒരു രാജ്യമാണ് യമൻ. അത് അറേബ്യൻ പെനിൻസുലയിലാണ്. അപ്പോൾ നമുക്ക് യമൻ്റെ അതിർത്തി നോക്കുകയാണെങ്കിൽ യമൻ്റെ വടക്ക് സൗദി അറേബ്യയാണ്, യമൻ്റെ കിഴക്ക് ഭാഗത്ത് ഒമാനാണ്. പിന്നെ യമൻ 2-3 കടൽ യമൻ്റെ ചുറ്റുമുണ്ട്, വിശാലമായ കടൽ തീരമുണ്ട്. ഒന്ന് നമ്മുടെ ചെങ്കടലിലാണ്, ഒന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. അപ്പോൾ യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് കച്ചവടം, അല്ലെങ്കിൽ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് കച്ചവടം പോകുന്നത് കടൽ വഴിയാണ് പ്രധാനമായിട്ടും. അപ്പോൾ അത് ഈ ചെങ്കടൽ വഴി, സുയസ് കനാൽ വഴിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് കപ്പലുകൾ ആരുടെ തീരത്തൂരാണ് പോകേണ്ടത്? യമൻ്റെ തീരത്തൂരാണ് പോകേണ്ടത്. അപ്പോൾ യമൻ വളരെ പ്രധാനപ്പെട്ടൊരു രാജ്യം തന്നെയാണ്. ഇപ്പോൾ ബാബ് അൽ മന്ദേബ് എന്ന് പറയും, ആ ഒരു കടലിടുക്കിൽ കൂടെ കടന്നാലേ ഈ കപ്പലുകൾക്ക് യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭൂമിശാസ്ത്ര ഭാഗമാണ് യമൻ. അതുപോലെ യമന് ധാരാളം ദ്വീപുകളുണ്ട്, ചെങ്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും. അങ്ങനെ യമൻ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. ഇനി നമ്മൾ ഭൂമിയിലെ രാജ്യങ്ങളെ പറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റേറ്റുകളെ പറ്റി പറയുമ്പോൾ, നമുക്കറിയാം എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ കൃത്യമായ അതിർത്തി ഉണ്ടാവും. അവിടെ അവരായിരിക്കും നിയന്ത്രിക്കുന്നത്. എല്ലാവർക്കും ഒരു ഗവൺമെൻറ് ഉണ്ടാവും, ഒരു ശക്തമായ ഗവൺമെൻറ് ഉണ്ടാവും. ചിലപ്പോൾ ജനാധിപത്യമാകാം, ചിലപ്പോൾ അല്ലായിരിക്കാം, അത് ചിലപ്പോൾ വ്യത്യാസപ്പെടാം. അപ്പോൾ രാജ്യങ്ങൾ മിക്കവാറും സ്ട്രോങ് സ്റ്റേറ്റ്സ് ഉണ്ട്, അതായത് ശക്തമായ ഗവൺമെൻറ്റുള്ള അല്ലെങ്കിൽ ശക്തമായ ജനാധിപത്യമുള്ള. ഉദാഹരണം ചൈനയോ അമേരിക്കയൊക്കെ പോലെ. അപ്പോൾ രാജ്യങ്ങൾക്ക് ശക്തമായ സമ്പദ് വ്യവസ്ഥ വേണം, അവരെല്ലാം ഉണ്ടാക്കാൻ പറ്റണം, അവിടുത്തെ ജനങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നല്ലതായിരിക്കണം. ഇതെല്ലാമാണ് ശക്തമായ രാജ്യങ്ങളുടെ ലക്ഷണം. അപ്പോൾ ചില രാജ്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫെയിൽഡ് സ്റ്റേറ്റ്സ് എന്ന് പറയാം. ഫെയിൽഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം പരാജയപ്പെട്ട രാജ്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് യമൻ. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു? ഇപ്പോൾ പരാജയപ്പെട്ട രാജ്യങ്ങളുടെ പല ലക്ഷണങ്ങളുണ്ട്. ഒന്ന്, അവിടെ ശക്തമായൊരു ഗവൺമെൻറ് ഇല്ല, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് തന്നെ പല ഗവൺമെൻറ്റുകളുണ്ടാവും. പല റിബൽ ഗ്രൂപ്പുകളായിരിക്കും പല ഭാഗങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. കഴിഞ്ഞ 15 കൊല്ലം നോക്കുവാണെങ്കിൽ യമനിലൊരു ആഭ്യന്തര യുദ്ധമുണ്ട്. അപ്പോൾ യമനിലെ ഗവൺമെൻറ് കുറച്ച് ഭാഗങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അവർക്ക് പൂർണ്ണ അധികാരമില്ല. കുറേ ഭാഗങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് അൽഖ്വയ്ദ അടക്കമുള്ള ഭീകരന്മാരാണ്. കുറച്ച് ഏരിയ കൺട്രോൾ ചെയ്യുന്നത് ഷിയാകളാണ്, ഷിയകളായ സെയ്ദി ഷിയകൾ എന്ന് പറയും. അവരുടെ ഒരു മൂവ്മെൻ്റാണ് അൻസാർ അള്ള അല്ലെങ്കിൽ ഹൂത്തികൾ. അപ്പോൾ അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. കുറച്ച് ഏരിയ ഇസ്ലാം എന്ന് പറഞ്ഞൊരു പാർട്ടി കൺട്രോൾ ചെയ്യുന്നുണ്ട്. കുറച്ച് ഏരിയ സദേൺ ട്രാൻസിഷണൽ കൗൺസിൽ എന്ന് പറഞ്ഞൊരു വേറൊരു ഇൻഡിപെൻഡൻറ്റ് ബോഡി കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫെയിൽഡ് സ്റ്റേറ്റ്സിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം രാജ്യത്തൊരു ഐക്യമില്ല. ജനങ്ങൾ മതത്തിൻ്റെയും ജാതിയുടെയും അല്ലെങ്കിൽ വംശത്തിൻ്റെയൊക്കെ പേരിൽ അടിയായിരിക്കും. ഒരു ഏക ഗവൺമെൻറ് ഉണ്ടാവില്ല, പല ഭാഗവും പലരുടെ കൺട്രോളായിരിക്കും. പിന്നൊരു അവസ്ഥ എന്ന് വെച്ചാൽ ഈ ഫെയിൽഡ് സ്റ്റേറ്റ്സിൽ നിന്നും വിദേശ ശക്തികളുടെ ഒരു കളിക്കളമായിരിക്കും. വിദേശ ശക്തികൾ അമിതമായിട്ട് ഇടപെടും. ഇപ്പോൾ നമ്മൾ യമനിൽ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് യമനിൽ സൗദി അറേബ്യയുടെ ഇമ്പാക്റ്റ് ഉണ്ട്. സൗദി യുദ്ധം നടത്തുന്നുണ്ട്, UAE ഇടപെടുന്നുണ്ട്, ഇറാൻ ഇടപെടുന്നുണ്ട്, ഹൂത്തികളൊക്കെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ലോകത്തെ പല രാജ്യങ്ങൾ യമനിൽ കയറി ഇടപെടുന്നുണ്ട്. അപ്പോൾ യമൻ ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണ്. ഇനി അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഡാമേജ് ചെയ്തിരിക്കുവാണ്. കഴിഞ്ഞ കൊല്ലങ്ങളായിട്ട് യുദ്ധങ്ങളാണ്. റോഡും ഹോസ്പിറ്റലും സ്കൂളുകളും എണ്ണ ശുദ്ധീകരണശാലകളും എല്ലാം തകർന്നിരിക്കുവാണ്. സമ്പദ് വ്യവസ്ഥ വളരെ ദാരിദ്ര്യത്തിലാണ്. ലക്ഷക്കണക്കിന് ജനങ്ങൾ ഭയങ്കര ദാരിദ്ര്യത്തിലാണ്. ജനങ്ങളുടെ ജീവന നിലവാരം വളരെ താഴെയാണ്. കോളറ അടക്കമുള്ള അസുഖങ്ങളൊന്നും ആയിരക്കണക്കിന് പേര് മരിക്കുന്നുണ്ട്. ഭയങ്കര പട്ടിണിയുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ നോക്കുവാണെങ്കിൽ ശക്തമായൊരു ഗവൺമെൻറ് ഇല്ല. യമൻ എന്ന് പറഞ്ഞൊരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണെന്ന് പറയാം. അവിടെ കഴിഞ്ഞ 30 കൊല്ലമായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ സമാധാനം ഉണ്ടായിട്ടില്ല. അങ്ങനെ പലരും നാഥനില്ല കളരി പോലെയാണ് യമൻ. ഇനി യമൻ്റെ ഭൂമിശാസ്ത്രം നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു യമന് പല ദ്വീപുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ചെങ്കടലിലും ഇന്ത്യൻ ഓഷനിലൊക്കെ പല ദ്വീപുകളുണ്ട്. അങ്ങനത്തെ ഒരു ദ്വീപ് സമൂഹമാണ് സൊക്കോത്ര ദ്വീപുകൾ. അപ്പോൾ അത് വളരെ ബ്യൂട്ടിഫുള്ളായ ഐലൻഡാണ്. 4 ദ്വീപുകളുണ്ട്. നമുക്ക് മാപ്പിൽ കാണാം. നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. യമനിൽ നിന്നൊരു 100-300 കിലോമീറ്റർ അകലെയുണ്ട്.
അപ്പോൾ അവിടെ 4ഓളം ദ്വീപുകളുണ്ട്. അപ്പോൾ അത് ഗൾഫ് ഓഫ് എയ്ഡനിലാണ്. വളരെ മനോഹരമാണ്. ഇപ്പോൾ സൊക്കോത്രയുടെ ബീച്ചുകൾ കാണുക, വളരെ വെള്ളം മണലൊക്കെ ഉള്ള. ഇനി സൊക്കോത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ മരങ്ങളും ചെടികളൊക്കെ. അവിടെയുള്ള മരങ്ങളും ചെടികളും ലോകത്തിൻ്റെ പല ഭാഗത്തുമില്ല. വളരെ റെയർ സ്പീഷീസ് ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു അന്യഗ്രഹത്തിലാണോ നിൽക്കണമെന്ന് തോന്നും. അതുപോലെ ബ്യൂട്ടിഫുള്ളാണ് ഈ സൊക്കോത്ര. അപ്പോൾ ഈ ദ്വീപ സമൂഹങ്ങൾ ശരിക്കും യമൻ്റെയാണ്. ഇനി നമ്മൾ മാപ്പ് നോക്കുകയാണെങ്കിൽ ഈ ദ്വീപിൻ്റെ പൊസിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും അതുപോലെ ചെങ്കടലിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് പൊസിഷൻ. അപ്പോൾ അങ്ങനെയാണ് സൊക്കോത്ര ദ്വീപ് കൺട്രോൾ ചെയ്യുന്നത്. അവർക്ക് അവിടുത്തെ കടലുകളിൽ ഭയങ്കര നിയന്ത്രണം ഉണ്ടാവും. അതാണ് സൊക്കോത്ര ദ്വീപിൻ്റെ പ്രാധാന്യം. അപ്പോൾ ശീതയുദ്ധ സമയത്ത് സൊക്കോത്ര ദ്വീപ് നമ്മുടെ സോവിയറ്റ് യൂണിയൻ്റെ മിലിറ്ററി ബേസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കഴിഞ്ഞ 15 കൊല്ലം നോക്കുകയാണെങ്കിൽ യമനിൽ ഒരു ആഭ്യന്തര യുദ്ധമാണ്. ഒരു ഭാഗത്ത് ഗവൺമെൻറ് ഉണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സൗദിയും UAE ഒക്കെയാണ്. ഒരു ഭാഗത്ത് ഗവൺമെൻറ് എതിർക്കുന്ന ഹൂത്തി വിമതരുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇറാൻകാരാണ്. ഒരു ഭാഗത്ത് അൽക്വയ്ദ ഇൻ അറേബ്യൻ പെനിൻസുലയുണ്ട്. ഒരു ഭാഗത്ത് വേറെ പാർട്ടിയുണ്ട്, സദേൺ ട്രാൻസിഷൻ കൗൺസിലുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന UAE ആണ്. അപ്പോൾ 2, 3, 4 പേര് പരസ്പരം യുദ്ധം ചെയ്യുവാണ്. പല വിദേശ ശക്തികൾ അവരുടെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാണ്. യമനിൽ ഭയങ്കര ദാരിദ്ര്യമാണ്. അപ്പോൾ ഗവൺമെൻറ്റിനൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ സദേൺ ട്രാൻസിഷൻ കൗൺസിൽ എന്ന് പറഞ്ഞൊരു ബോഡിയുണ്ട് യമനിൽ, STC. അവർ ശ്രമിക്കുന്നത് തെക്കൻ യമന്, നമ്മുടെ യമൻ്റെ തെക്കൻ ഭാഗത്തൊരു സ്വതന്ത്ര രാജ്യമാക്കാനാണ്. അപ്പോൾ ഈ സൊക്കോത്ര ദ്വീപുകൾ നിയന്ത്രിക്കുന്നത് അവരാണ്. ഇനി ആരാണ് ഈ സദേൺ ട്രാൻസിഷൻ കൗൺസിലിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അത് UAE ആണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്കുള്ള സാമ്പത്തിക സഹായം, അവരുടെ ആൾക്കാർക്കുള്ള ശമ്പളം അടക്കം, അവർക്കുള്ള സൈനിക സഹായം, ട്രെയിനിങ്, അവരുടെ സൈന്യത്തിനുള്ള ആയുധം, ശമ്പളം, ഇതെല്ലാം കൊടുക്കുന്ന ആരാണ്? UAE ആണ്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു 10 കൊല്ലമായിട്ട് ദ്വീപ് നിയന്ത്രിക്കുന്ന ആരാണ്? UAE ആണ്. അപ്പോൾ എഫക്റ്റീവ്ലി യമൻ്റെ ഭാഗമാണെങ്കിൽ യമന് യാതൊരു നിയന്ത്രണവും സൊക്കോത്രയിലില്ല. അത് പൂർണ്ണമായും ആരുടെ നിയന്ത്രണത്തിലാണ്? STCയുടെ ഐലാണ്. അങ്ങനെ UAEയുടെ നിയന്ത്രണം ഈ ഐലൻഡിൽ ഭയങ്കര ഡീപ്പാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 100 കണക്കിന് കുടുംബങ്ങൾ ഇവർ ദുബായ് പോയാണ് ജീവിക്കുന്നത്, ജോലി എടുത്താണ്. അങ്ങനെ അവിടുത്തെ കുടുംബങ്ങളൊക്കെ UAEനെ ഭയങ്കര ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തിടെ സാറ്റലൈറ്റിൻ്റെ ചില ഫോട്ടോകൾ എടുത്തപ്പോൾ പല കാര്യങ്ങൾ കാണുന്നുണ്ട്. UAE ഈ ഐലൻഡ് നിയന്ത്രിക്കുന്നത് വെറുതെ അല്ല, അവർക്ക് അവരുടെ താല്പര്യങ്ങളുണ്ട്. അവർ കുറേ റോഡ് നിർമ്മിച്ചിട്ടുണ്ട്, വിമാനങ്ങൾക്ക് പറന്നു വരാനുള്ള റൺവേ നിർമ്മിക്കുന്നുണ്ട്, കപ്പലുകൾ വരാനുള്ള ചെറിയ പോർട്ടിൻ്റെ സെറ്റപ്പ് നിർമ്മിക്കുന്നുണ്ട്, സൈനികർക്കുള്ള ബാരക്ക് നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചുമ്മാ നിർമ്മിക്കുന്നതാണോ? അല്ല, UAEക്കാർ അവിടെ സെറ്റിലാക്കി തുടങ്ങി. UAEയുടെ സൈനികർ അവിടെ ഉണ്ട്. അപ്പോൾ UAE ഒറ്റയ്ക്കാണോ? അല്ല. നമ്മൾ നോക്കുവാണെങ്കിൽ UAE ഇസ്രായേലുമായിട്ട് വളരെ സുഹൃത്താണ്. അപ്പോൾ ഇസ്രായേലും എമിറാറ്റുകളും വലിയ സുഹൃത്തുക്കളാണ്. ഇസ്രായേലും ഈ ദ്വീപിൽ പ്രസൻ്റ് ആണെന്നാണ് ചില റിപ്പോർട്ടുകൾ വരുന്നത്. UAEയുടെ പിന്തുണയോടുകൂടി ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥർ സന്ദർശിച്ചിട്ടുണ്ട് ഈ ഐലൻഡ്. അതിൻ്റെ ഫോട്ടോസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇനി ഇവരാരെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയാണ്. അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിനെ പറ്റി നമുക്കറിയാം. അത് ഇഷ്ടംപോലെ മിലിറ്ററി ബേസുകളും എയർ ബേസുകളൊക്കെ ഈ ഭാഗങ്ങളിലുണ്ട്. അതിൻ്റെ പൂർണ്ണ അനുഗ്രഹ ആശീർവാദം അവർക്കുണ്ട്. അപ്പോൾ UAEയുടെ മിലിറ്ററി ബേസ് അബ്ദുൽ കുരി ദ്വീപുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ UAEയുടെ മൊബൈൽ കമ്പനി സെയിൻ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇവിടെ മൊബൈൽ കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സൈനികപരമായിട്ടും UAEയുടെ ശക്തമായ നിയന്ത്രണം ഈ ദ്വീപുകളിൽ ഇപ്പോൾ ഉണ്ട്, ഈ 4 ദ്വീപുകളിൽ. അപ്പോൾ എന്തിനാണ് ഇവരോട് സ്ഥാപിച്ചിരിക്കുന്നത്? വെറുതെ അല്ല. ഇറാൻ എന്നും UAEക്കും ഇസ്രായേലിനും തലവേദനയാണ്. അപ്പോൾ ഇറാൻ്റെ പ്രവൃത്തികൾ നിരീക്ഷിക്കാനാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഒബ്സർവേഷൻ ബേസുകൾ വരുന്നുണ്ട്. ഇസ്രായേലിൻ്റെ സപ്പോർട്ടോടുകൂടി മിലിറ്ററി ഒരു ഇൻ്റലിജൻസ് ബേസ് ഉണ്ട്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ മൊസാദി റീജിയണിൽ ആക്റ്റീവാണ്. അവർക്ക് ഇവിടെ ഇരുന്ന് ഇറാനെ നിരീക്ഷിക്കാം. സൗദിയുടെ ചെറിയൊരു നിയന്ത്രണമുണ്ട്. UAEയുടെ മിലിറ്ററി ബാരക്കുകളുണ്ട്. 100 കണക്കിന് സൈനികരോട് വന്നു പോകുന്നുണ്ട്. UAEയുടെ സൈനിക ഉദ്യോഗസ്ഥർ വന്നു പോകുന്നുണ്ട്. നേതാക്കൾ വരുന്നുണ്ട്. ഇസ്രായേലി നേതാക്കൾ വന്നു പോയിട്ടുണ്ട്. ഇവർ റഡാർ സിസ്റ്റം നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇവർക്ക് മിലിറ്ററി ബേസ് ഉണ്ടെങ്കിൽ ഈ റീജിയൻ മൊത്തം നിരീക്ഷിക്കാം. ഇന്ത്യൻ മഹാസമുദ്രവും ചെങ്കടലൊക്കെ വ്യക്തമായിട്ട് നിരീക്ഷിക്കാം. അപ്പോൾ ഈ ദ്വീപ് യമനിൽ നിന്ന് ദൂരെ ആയതുകൊണ്ട് ഹൂത്തികൾക്ക് ഇതുവരെ ആക്രമിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഹൂത്തികളുടെ ഒരു നിയന്ത്രണത്തിന് അബവുമാണിത്, മാറിയിരിക്കുവാണ്. അപ്പോൾ ഇവിടെ പൂർണ്ണമായും UAEയുടെ ഒരു രാജ്യത്തിൻ്റെ ഭാഗം പോലെയാണ് അപ്പോൾ ഇവിടെ UAE മാത്രമല്ല, ഇസ്രായേലിൻ്റെ ഭയങ്കര പ്രസൻസ് ഇവിടെ ഉണ്ട്. ഇസ്രായേലി ചിന്തകരി ഐലൻഡിനെ പറ്റി പറയുന്നുണ്ട്. മൊസാദിൻ്റെ അടക്കം പല നേതാക്കളോട് വന്നിട്ടുണ്ട്. ഇതിന് അമേരിക്കയുടെ എല്ലാ അനുഗ്രഹാശിസുകളുണ്ട്. അപ്പോൾ അങ്ങനെ യമൻ്റെ ഭാഗമായ ഒരു ഐലൻഡ് പയ്യെ UAEയുടെ കൺട്രോളിലേക്ക് വരുവാണ്. അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഐലൻഡ് ആണെങ്കിൽ നമ്മൾ മാപ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലക്ഷദ്വീപിൽ നിന്ന് ഏകദേശം ചില 100 കണക്കിന് കിലോമീറ്റർ പോയാൽ ഈ ഐലൻഡിലെത്താം. അങ്ങനെ ഇന്ത്യയുടെ അടുത്താണ്. ഈ ഐലൻഡ് ആര് നിയന്ത്രിക്കുന്നോ അവർക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഭയങ്കര ഇമ്പാക്റ്റ് വയ്ക്കാം. അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻസ്.
അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വെച്ച ടോപ്പിക്ക്. നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ഈ ടോപ്പിക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. കാരണം കമൻറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ അൽഗോരിതം ഇത് ഷെയർ ചെയ്യുള്ളൂ. അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ സോഷ്യൽ സർക്കിൾസിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും എല്ലാം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക.